ആറടി മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർതിരിവുകളുടെയോ പേരിൽ അത് നിഷേധിക്കപ്പെടുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് മാതൃകയാവുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ തിലകാശിപീഠം എന്ന പൊതുശ്മശാനമുണ്ട്. ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവരുടെയും മൃതദേഹം അവരുടെ വിശ്വാസപ്രകാരം സംസ്കരിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പോലും ട്രസ്റ്റ് ഒരുക്കും. ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ, വാഹന സൗകര്യം, ശ്മശാന പരിപാലനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ബന്ധുക്കൾ ആഗ്രഹിക്കുന്ന പക്ഷം പേരും തീയതിയും രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിക്കാനും അനുമതിയുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തുന്ന അജ്ഞാത മൃതദേഹങ്ങൾക്ക് പോലും ഇവിടെ അന്ത്യവിശ്രമം ഒരുങ്ങുന്നു. ആരുമില്ലാത്തവർക്ക് ആരുമില്ലല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ മരിച്ചിട്ടുള്ള ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിം ആണെങ്കിലും അവർക്ക് പറ്റാവുന്ന ഓഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി അവരെ അടക്കും അങ്ങനെ രണ്ടും ദഹനം ദഹിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. സാമ്പത്തികം ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് ചെയ്യും. അത് അവരുടെ ആചാരങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നടത്തി തുടങ്ങട്ടെ. ഈ ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ 2009 തിലകാശിപീഠം പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നതും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രവളപ്പിലെ ഏലകൃഷിയിൽ നിന്നും മറ്റ് കാർഷിക വിളകളിൽ നിന്നുള്ള വരുമാനവുമാണ് ഈ കാരുണ്യ പ്രവർത്തികൾക്കായി ട്രസ്റ്റ് വിനിയോഗിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിൻ എസ് രാജു നമുക്കൊപ്പം ചേരുകയാണ്. ജെയിൻ, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ജാതി എന്ത് മതം എന്നൊക്കെ ചോദിക്കും അല്ലേ? പക്ഷെ മരണശേഷവും ജാതിയും മതവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ പ്രശ്നമാകാറുണ്ട് എന്നതാണ് ഒരു സത്യം. അവിടെയാണ് ഈ ഒരു ശ്മശാനം മാതൃകയായി മാറുന്നത് അല്ലേ ജെയിൻ? വ്യക്തിപരമായി സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണിത്. കാരണം ഈ ജോലിയുടെ ഭാഗമായി പല ശ്മശാനങ്ങളിലും പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പലയിടത്തും മൃതദേഹങ്ങൾ വെച്ച ആളുകൾ പരസ്പരം തർക്കിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ തർക്കത്തെ തുടർന്ന് ഒരു മൃതദേഹം അടക്കാനാകാതെ വീണ്ടും മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ പലതവണ കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമുക്കറിയാം ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിയമം മൂലമാണ് പലപ്പോഴും ഇത്തരം തർക്കങ്ങൾ സർക്കാരിന് അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അത്തരം പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പൊതുശ്മശാനങ്ങളുണ്ട്. ആ പൊതുശ്മശാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രായോഗികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നതിനും ഒക്കെയുള്ള അസൗകര്യമാണ്. പിന്നെ പല പൊതുശ്മശാനങ്ങളിലും ഇത്തരം സൗകര്യം പെട്ടെന്ന് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള മലയോര മേഖലയിൽ പൊതുശ്മശാനങ്ങളുടെ എണ്ണം പോലും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ക്ഷേത്ര ട്രസ്റ്റ് ഇത്തരമൊരു പൊതുശ്മശാനം നിർമ്മിക്കുകയും അത് എല്ലാവർക്കും വേണ്ടി തുറന്നു നൽകുകയും ചെയ്തത്. അവിടെ എത്തുന്ന ആർക്കും അവരുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എത്തിക്കുന്ന ആരുടെയും വിശ്വാസത്തിനനുസരിച്ച് മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യമുണ്ട്. കൂടാതെ അവരുടെ ഓർമ്മ അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ ഈ ജനിച്ച തീയതിയും മരിച്ച തീയതിയും ഒക്കെ രേഖപ്പെടുത്തി അവരുടെ പേരോടെ ഉൾപ്പെടുന്ന ഫലകം അവിടെ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേത്ര ട്രസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം നമുക്കറിയാം 6 അടി മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് നിഷേധിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ അനീതി തന്നെയാണ്. മരിച്ചവർ ഇതറിയുന്നില്ലെങ്കിൽ പോലും അവരുടെ ബന്ധുക്കൾക്ക് ഇക്കാലത്തും അതൊരു നീറുന്ന വേദനയായി തന്നെ ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, ഇടുക്കി മെഡിക്കൽ കോളേജിലടക്കം പലപ്പോഴും ആരും ഏറ്റെടുക്കാത്ത മൃതദേഹങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഇത് സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസിനെ സംബന്ധിച്ച് പലപ്പോഴും ഈ ചെലവ് ഒക്കെ കണ്ടെത്താനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ ഈ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള ചെലവുകളും ആവശ്യമെങ്കിൽ പൂജ അടക്കമുള്ള അല്ലെങ്കിൽ ഈ അന്ത്യകർമ്മം അടക്കം ചെയ്ത് ആ മൃതദേഹം അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നതും ഈ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ്. ആ ശ്മശാനത്തിന് ചുറ്റും കുറച്ച് കൃഷിഭൂമിയുണ്ട്. അവിടെ ഏലം ആണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനമാണ് ഈ ചടങ്ങുകൾക്കൊക്കെ വേണ്ടി ഈ ക്ഷേത്ര ട്രസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മാനവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ഇതിന് മുൻകൈ എടുക്കുകയും നാട്ടിൽ മതേതരത്വത്തിന്റെ ഒരു പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത് തന്നെയാണ് ജെയിൻ. തിലകാശിപീഠം എന്ന ശ്മശാനത്തെ കുറിച്ചാണ് ജെയിൻ എസ് രാജു നമ്മളോട് പറഞ്ഞത്.